പാൽപ്പാട ഉപയോഗിച്ച് നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിന് ഞാൻ കുറച്ച് പാല് ദിവസവും തിളപ്പിച്ചിട്ട് പാൽപ്പാട ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണിത്. അത് ഭയങ്കര തണുപ്പായതുകൊണ്ട് കുറച്ച് നേരം പുറത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഓവനായിട്ട് ഫുള്ള് അടച്ച് വെക്കണം. ഞാനിപ്പോൾ ഇന്ന് രാത്രി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരത്താണ് ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും അത് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി കൊടുത്തിട്ടൊന്ന് തുറന്ന് നോക്കുക. അതിലെ കട്ടയും വെള്ളവും വെവ്വേറെ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമുള്ള പരുവെന്ന് പറയുന്നത്. അത് നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ ആ കട്ടകൾ നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റണം. അതാണ് നമ്മൾക്ക് വേണ്ടത്. നമുക്കിതെല്ലാം ഈ ഒരു കട്ടകളെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതായത് അതിൽ ആ തൈരിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെള്ളത്തിൽ ഡിസോൾവ് ഒന്നും ആയി പോവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നെയ്യ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ തൈരൊക്കെ കടഞ്ഞിട്ടാണ് നെയ്യ് ഉണ്ടാക്കാറ്. പാൽപ്പാട് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലെ തൈകളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇതൊരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ബോട്ടിലോട്ട് അരിച്ചൊഴിച്ച് വെക്കണം. അല്ലെങ്കിൽ നന്നായി തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിക്കാനായിട്ട് പറ്റില്ല. ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്